അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ അശുദ്ധി മുഖേന ഹറാമാകുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ യഹ്റുമു ഹറാമാണ് ബിൽ ഹദസിൽ അസ്ഹരി, ചെറിയ അശുദ്ധി മുഖേന ഹറാമാകുന്ന കാര്യങ്ങൾ. യഹ്റുമു ഹറാമാകും ബിൽ ഹദസിൽ അസ്ഹരി, ചെറിയ അശുദ്ധി മുഖേന. സിത്തത്തു ഉമൂരിൻ, 6 കാര്യങ്ങൾ. നമ്പർ 1 സ്വലാത്തു, നിസ്കാരമാണ്. തൊവാഫ്, രണ്ടാമത്തത് തൊവാഫാണ്. നമ്പർ 3 സുജൂദാണ്. അത് ഓത്തിൻ്റെ സുജൂദാകട്ടെ ശുക്രിൻ്റെ സുജൂദാകട്ടെ, ഏത് സുജൂദും വുളു ഇല്ലാതെ ഹറാമാണ്. ചെറിയ ശുദ്ധി ഉണ്ടായാൽ അത് ചെയ്യൽ ഹറാമാണ്. ഹുതുബത്തുൽ ജുമുഅത്തി, ജുമുഅയുടെ ഹുതുബയും. ഹംലുൽ മുസ്ഹഫി, മുസ്ഹഫിനെ ചുമക്കലും. മസ്ഹു, മുസ്ഹഫിനെ സ്പർശിക്കലും. ഇതൊക്കെ ചെറിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. ഖാല അല്ലാഹു തആല പറഞ്ഞല്ലോ, ലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുകയില്ല, ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ. അപ്പം ശുദ്ധിയുള്ളവരല്ലാതെ, വുളു ഉള്ളവരല്ലാതെ അതിനെ സ്പർശിക്കാൻ പാടില്ല. അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ലാ യഖ്ബലുല്ലാഹു, അള്ളാഹ് സ്വീകരിക്കൂല, സ്വലാത്ത അഹദിക്കും, നിങ്ങളിൽ നിന്ന് ആരുടെയും നിസ്കാരത്തെ, ഇദാ അഹദസ, അവൻ അശുദ്ധിയുള്ളവനായാൽ, ഹത്താ യതവല്ല, അവൻ വുളു എടുക്കുന്നത് വരെ. തവല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്തിരുന്നു, ലിത്തവാഫി, തവാഫ് ചെയ്യാൻ വേണ്ടി. ഖാല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലിതഖുദു, നിങ്ങൾ സ്വീകരിക്കൂ, അന്നി, എന്നെ തൊട്ട്, മനാസിക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ. അപ്പം ഉണ്ടല്ലേ, തവാഫ് ചെയ്യാൻ വേണ്ടി മുത്തുനബി വുളു എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തവാഫ്, ഹജ്ജ് കർമ്മം എന്നിൽ നിന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനു വേണ്ടി മുത്തുനബി വുളു എടുത്തിട്ടുണ്ട്. തവാഫ്, ഹജ്ജിൻ്റെ കർമ്മമായ തവാഫിന് വേണ്ടി വുളു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുമ്പോഴൊക്കെ നമ്മളും വുളു എടുക്കണം. അതാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. വക്കൽ മുസ്ഹഫി, മുസ്ഹഫ് പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ഹഫിനെ തൊടലും സ്പർശിക്കലൊക്കെ ഹറാമാണ്. അപ്പം ആ മുസ്ഹഫിനെ പോലെ തന്നെയാണ് ചില വസ്തുക്കൾ, കുത്തിബ ഫി, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഖുർആനും, അല്ലെങ്കിൽ എഴുതപ്പെടുത്തിയിട്ടുണ്ട് ഖുർആനും. ഖുർആൻ എഴുതപ്പെടുത്ത വസ്തുക്കളൊക്കെ മുസ്ഹഫിനെ പോലെ തന്നെയാണ്, അതിനെ സ്പർശിക്കലും തൊടലൊക്കെ ഹറാമാണ്. പക്ഷേ പക്ഷേ മുസ്ഹഫാകുന്നത് യഹ്റുമു ഹംലുഹു, അതിനെ ചുമക്കൽ ഹറാമാണ്. മസു, അതിനെ സ്പർശിക്കലും. മുത്തുലക്കൻ, നിരുപാധികം. വൈറുഹു, നിരുപാധികം എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടിയാകട്ടെ, ഓതാൻ വേണ്ടിയാകട്ടെ, എങ്ങനെയായാലും വേണ്ടിയില്ല, ബർക്കത്തിന് വേണ്ടിയാകട്ടെ, എങ്ങനെയായാലും അതിനെ സ്പർശിക്കലും തൊടലും ഹറാമാണ്. എന്നാൽ വൈറുഹു, അതല്ലാത്തത്, മുസ്ഹഫ് അല്ലാത്തത്, ഇൻ കുത്തിബ, അതിനെ എഴുതപ്പെട്ടാൽ, ലി ദിറാസത്തി, പഠിക്കാൻ വേണ്ടിയോ, അവിൽ ഖിറാഅത്തി, അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ വേണ്ടിയോ ഒക്കെയാണ് ഏതെങ്കിലോ, ഫയറുമോ, അപ്പോൾ ഹറാമാണ്. വൈൻ കുത്തിബ, അവകളെ എഴുതിയാൽ എന്തിന്, ലി തബറുക്ക്, ബർക്കത്തെടുക്കാൻ വേണ്ടിയാണെങ്കിലോ, ഫലാപ്പയ, ഹറാമില്ല. ഇവിടെ എന്തുണ്ട്, സ്വാഭാവികം വെച്ചിട്ടാണ് പറയുന്നത്. എപ്പോഴാണ് ഹറാമാവുക? ഓതാൻ വേണ്ടിയോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയോ ആണെങ്കിൽ എന്താണ്, ഹറാമാണ്. അല്ല, ബർക്കത്തിന് വേണ്ടിയാണെങ്കിലോ ഹറാമല്ല. ഇങ്ങനെ സ്വാഭാവികത്തോടു കൂടെയാണ് പറയുന്നത്. വയഹ്റുമു, ഹറാമാണ്, മസ്സുൽ മുസ്ഹഫി, മുസ്ഹഫിനെ സ്പർശിക്കൽ, വലൗബി ഹായിലിൻ, അത് മറ കൊണ്ടാണെങ്കിലും ശരി. പിന്നെന്തും വറക്കി, മുസ്ഹഫിൻ്റെ പേജുകളെ സ്പർശിക്കലും. ബയാലിഹി, മുസ്ഹഫിൻ്റെ എഴുത്ത്, ബയാൽ പറഞ്ഞാൽ വെള്ളാണ്, അഥവാ എഴുത്തില്ലാത്ത ഭാഗങ്ങൾ, മുസ്ഹഫിൽ നിന്ന് എഴുത്തില്ലാത്ത ഭാഗങ്ങൾ സ്പർശിക്കലും ഹറാമാണ്. വൽ ജിൽദിഹി, മുസ്ഹഫിൻ്റെ ചട്ട, അത് സ്പർശിക്കലും ഹറാമാണ്. വകദ, ഇപ്രകാരം തന്നെയാണ് ലൊർഫുഹു, മുസ്ഹഫിൻ്റെ ഉറ സ്പർശിക്കൽ. സുന്ദൂക്കു, മുസ്ഹഫിൻ്റെ പെട്ടി. പക്ഷെ അവിടെ റബ്ബി ഷർത്തേനി, 2 ഉപാധിയോടുകൂടെ. എന്താണ് ഉപാധി? കൗനുഹുമ, ഈ പെട്ടിയും ഉറയും ആകണം, മുഅദ്ദൈനി ലഹു, ഖുർആന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടതാകണം. അതുപോലെ കൗനുൽ മുസ്ഹഫി ഫീഹിമ, മുസ്ഹഫ് എന്താകണം, അതിലുണ്ടാകുകയും വേണം. അത്തരം സന്ദർഭങ്ങളിൽ ആ പെട്ടിയും ഉറയും സ്പർശിക്കൽ ഹറാമാണ്. വലാ യഹ്റുമു, ഹറാമാവൂല, ഹംലുഹു, മുസ്ഹഫിനെ ചുമക്കൽ, മഅമത്തായിൻ, ചിരക്കുകളോടുകൂടെ. ഏത് സ്ഥിതിയിൽ? വൽ മുസ്ഹഫു, മുസ്ഹഫാകുന്നത്, ഒയ്റു മക്സൂദിൻ, അവിടെ പ്രത്യേകം ഉദ്ദേശിക്കപ്പെടുന്നില്ല. അത്തരം ഘട്ടങ്ങളിൽ മുസ്ഹഫിനെ മറ്റു ചിരക്കുകളോട് കൂടെ സ്പർശിച്ചു എന്നതുകൊണ്ട് ഹറാം വരികയില്ല. ഏതുപോലെ?
ഇപ്പം കച്ചവടക്കാർ മുസ്ഹഫിനെ കച്ചവടം ചെയ്യുന്ന മറ്റു പലചരക്കിൻ്റെ കൂട്ടത്തിലൊക്കെ മുസ്ഹഫിനെ കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾ എന്താകും, സാധനം എടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഖുർആനും വാങ്ങും. അപ്പോൾ അതിനെ ഹംല് ചെയ്യൽ, വുളു ഇല്ലാതെ ഹംല് ചെയ്യൽ ഹറാമ് വരുന്നില്ല. പിന്നെ എങ്ങനെയും ഹറാമ് വരൂല, വലാമ തഫ്സീരിൻ സാദ അലൈഹി, തഫ്സീറോടുകൂടെ ഈ മുസ്ഹഫിനെ സ്പർശിക്കലും. എങ്ങനത്തെ തഫ്സീറാണ്? സാദ, ഈ ഖുർആൻ തഫ്സീർ അധികരിച്ചിട്ടുണ്ട്, അലൈഹി ഖുർആനിനേക്കാളും കൂടുതൽ എന്താണ് ഖുർആനാണ് തഫ്സീറാണുള്ളത് എങ്കിൽ ഹറാം വരൂല. വലാ തംകീനു സ്വബിയിൽ മുമയ്യിസി, വകതിരിവെത്തിയ കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കലും ഹറാമില്ല. അൽ മുഹദിസി, അശുദ്ധിയുള്ളവനായ എന്തിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുക? മിൻ ഹംലി, മുസ്ഹഫിനെ ചുമക്കുന്നതിനാലും മസി, മുസ്ഹഫിനെ സ്പർശിക്കുന്നതിനാലും. എന്തിനു വേണ്ടിയാണ്? ഇദ്ദിറാസത്തി, പഠിക്കാൻ വേണ്ടിയിട്ട്. അമ്മ, അപ്പോൾ വൈറുൽ മുമയ്യിസി, വകതിരിവെത്താത്ത കുട്ടിയാകുന്നത് ഫയഹ്റുമു തംകിനു, അവനക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമാണ്. മിൻ മുസ്ഹഫിൻ, മുസ്ഹഫിൽ നിന്ന് സ്പർശിക്കാനോ തൊടാനോ എന്തിനും സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമാണ്. വക്കത, ഇപ്രകാരം തന്നെ ഹറാമാണ്. കുല്ലു മുഅല്ലമിൻ, വന്ദിക്കപ്പെടുന്നതായ എല്ലാ വസ്തുക്കളും, ഹദീസോ ശറഈ ആയിട്ടുള്ള മറ്റു വിജ്ഞാനങ്ങളോ ഇതൊന്നും എന്താൻ പാടില്ല, കുട്ടികൾക്ക് വകതിരിവെത്താത്ത കുട്ടികൾക്ക് വേണ്ടി അതിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല. വയഹ്റുമു, ഹറാമാകും. വലുഉ നഹ്വി ദിർഹമിൻ, കോയൻസ് പോലത്തതിനെ വെക്കൽ, ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ. വ തംസീഖുഹു, മുസ്ഹഫിനെ പിച്ച് ചീന്തലും, അബസൻ, ഒരു കാരണവും ഇല്ലാതെ വെറുതെ അങ്ങ് പിച്ച് ചീന്ത, അതൊക്കെ ഹറാമ തന്നെയാണ്. വ മദ്ദു റിജ്ലി ഇലൈഹി, കാലിന് മുസ്ഹഫിലേക്ക് നീട്ടലും ഹറാമാണ്. മാലം യക്കുൻ, ആ മുസ്ഹഫ് ആകാത്ത കാലത്തോളം, അലാ മുർത്തഫീൻ, ഉയരമുള്ള സ്ഥലത്ത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. വ കിതാബത്തുൽ ഖുർആനി ബി ഒയിരിൽ അറബിയത്തി, ഖുർആനിനെ എഴുതുക ബി ഒയിരിൽ അറബിയത്തി, അറബി അല്ലാത്ത ഭാഷയിൽ. വ ബൽ ഉമ, ഒന്നിനെ വീങ്ങലും, കുത്തിബ അലൈഹി, ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ട്, അലൈഹി, അതിൻ്റെ മേലിൽ. ലാ അക്കുലുഹു, അതിനെ തിന്നലല്ല, വലാ ഷുർബുഹു, അതിനെ കുടിക്കലുമല്ല, ലിഷിഫ, ഈ രോഗശമനത്തിനൊക്കെ വേണ്ടി, അങ്ങനെ കുഴപ്പമില്ല. അതിനെ ഖുർആൻ എഴുതപ്പെട്ടതിനെ വീങ്ങൽ ഹറാമാണ്. വയുസന്നു, സുന്നത്താക്കപ്പെടും, അൽ ഖിയാമു, എഴുന്നേറ്റ് നിൽക്കൽ, ലിൽ മുസ്ഹഫി, മുസ്ഹഫിന് വേണ്ടിയിട്ട്. മുസ്ഹഫ് ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താ. ഏതുപോലെ കൽ ആലിമി, പണ്ഡിതൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താ. അതുപോലെ ബൽ എന്നല്ല, ഔല, ഈ മുസ്ഹഫിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കലാണ് ഏറ്റവും അഭികാമ്യം. എന്ത്? ആലിമിന് എന്നെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യം അതാണ്. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. യുക്രഹു, കറാത്താണ്. ഹർക്കുഹു, വിശുദ്ധ ഖുർആനിനെ കരിച്ച് കളയൽ കറാത്താണ്. ഇല്ലാലി നഹ്വി സുയ്യാനത്തിൻ, വിശുദ്ധ ഖുർആൻ്റെ മുസ്ഹഫിൻ്റെ സംരക്ഷണം പോലോത്തതിന് വേണ്ടിയല്ലാതെ, ഖുർആൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കരിച്ച് കളഞ്ഞതാണ്, കുഴപ്പമില്ല. ഏതുപോലെ നുരുമ്പി ഒരു വിധമായിട്ടുണ്ട്, ഇനി അതിനെ സംരക്ഷിക്കാൻ പ്രയാസമാണ്, അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് എന്താക്കാം, കരിച്ച് കളയാം. പക്ഷേ അടുത്ത ക്ലാസ് നമ്മൾ കുളിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അടുത്ത ക്ലാസ് നിർത്തുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുൽ ഉമ്മി വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.